Hi my dear friends, hope you are all doing well. ഇന്ന് നമുക്ക് എ ക്വസ്റ്റ്യൻ ഓഫ് ഇംഗ്ലീഷ് ഡിസ്കസ് ചെയ്യാം. രാംചന്ദ്ര ഗുഹയുടെ ദ ക്വസ്റ്റ്യൻ ഓഫ് ഇംഗ്ലീഷ് ദ ടെലിഗ്രാഫിലാണ് പ്രസിദ്ധീകരിച്ചത്. നമുക്കിനി നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കാം. In 1905 and 1906, Mohandas Gandhi, his wife and their children shared a home in Johannesburg with an English couple, ഹെൻറി ആൻഡ് മില്ലി പൊലാക്ക്. ഈ ഹെൻറി പൊലാക്ക് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെൻറി പൊലാക്ക് ബ്രിട്ടീഷ് വംശജനായ ലോയറും പത്രപ്രവർത്തനം അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ആക്ടിവിസ്റ്റുമായിരുന്നു. അതുപോലെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അതായത് വംശീയ വിവേചനത്തിനെതിരെ മോഹൻദാസ് ഗാന്ധിയുമായി സഹകരിച്ച് പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് ഈ ഹെൻറി പൊലാക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. 1905 1906 ഗാന്ധിജിയും ഭാര്യയും കുട്ടികളും ജോഹൻസ്ബർഗിൽ ഇംഗ്ലീഷ് ദമ്പതികളായ ഹെൻറി പൊലാക്കിൻ്റെയും മില്ലി പൊലാക്കിൻ്റെയും അവർ രണ്ടുപേരുടെയും ഒപ്പം ഒരു വീട്ടിൽ താമസിച്ചപ്പോൾ, അതായത് ഈ ഷെയർഡ് എ ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ അതിലധികം ആളുകളോ പലപ്പോഴും ബന്ധമില്ലാത്തവരായിരിക്കും, അതായത് റിലേറ്റീവ്സ് ആയിരിക്കില്ല, അങ്ങനെയുള്ള ആളുകൾ ഒരു ഹോം ഷെയർ ചെയ്യുന്നതിനെയാണ്, അതായത് ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിച്ച് ഷെയർ ചെയ്യുന്നതിനാണ് ഈ ഷെയർഡ് എ ഹോം എന്ന് പറയുന്നത്. Later writing of their life together, Gandhi recalled that Polak and I എന്നിവിടെ ഉദ്ദേശിക്കുന്ന ഗാന്ധിജി had often very heated discussion about the desirability or benefit or otherwise of giving the children an English education. അതായത് പിന്നീട് അവരുടെ ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ച് എഴുതുമ്പോൾ ഗാന്ധിജി ഓർമ്മിക്കുകയാണ് കുട്ടികൾക്ക്, അതായത് ഗാന്ധിജിയുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ അഭികാമ്യതയെക്കുറിച്ച് പൊലാക്കും അതുപോലെ ഗാന്ധിജിയും പലപ്പോഴും വളരെ ചൂടേറിയ ചർച്ചകൾ നടത്തിയിരുന്നു. It has always been my conviction that Indian parents who train their children to think and talk in English from their infancy betray their children and their country. അപ്പോൾ ഇൻഫാൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈശവം മുതൽ തന്നെ ഇംഗ്ലീഷിൽ ചിന്തിക്കാനും അതുപോലെ തന്നെ സംസാരിക്കാനും കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഇന്ത്യൻ മാതാപിതാക്കൾ അവരുടെ കുട്ടികളെയും അതുപോലെ തന്നെ അവരുടെ രാജ്യത്തെയും വഞ്ചിക്കുന്നു എന്ന് എനിക്ക്, അതായത് ഗാന്ധിജിക്ക് ഒരു ബോധ്യം തോന്നി, അല്ലെങ്കിൽ ഒരു ദൃഢവിശ്വാസം ഉണ്ടായി. They deprive them of the spiritual and social heritage of the nation and render them to that extent unfit for the service of the country. ഈ സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ ഹെറിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ പരസ്പരം ബന്ധിക്കുന്ന മൂല്യങ്ങളാകാം, പാരമ്പര്യങ്ങളാകാം, വിശ്വാസങ്ങളാകാം, ആചാര്യങ്ങളാകാം, അതുപോലെ തന്നെ സാംസ്കാരിക സ്വത്വം എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നതാണ് ഈ സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ ഹെറിറ്റേജ്. അപ്പോൾ ദേ ഡിപ്രൈവ് ദം, അപ്പോൾ അവരിൽ നിന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മീയവും സാമൂഹികവുമായ പൈതൃകം നഷ്ടപ്പെടുത്തുകയും അതുപോലെ അവരെ ഒരു പരിധിവരെ, അതായത് കുട്ടികളെ ഒരു പരിധിവരെ രാജ്യസേവനത്തിന് അയോഗ്യരാക്കുകയും ചെയ്യുകയാണ് എന്നാണ് ഗാന്ധിയുടെ അഭിപ്രായം. Having this conviction, I made a point of always talking to my children in Gujarati. അപ്പോൾ ഈ ബോധ്യമുള്ളതിനാൽ ഗാന്ധിജി പറയുകയാണ് തൻ്റെ കുട്ടികളോട് എപ്പോഴും ഏത് ഭാഷയിൽ സംസാരിക്കും? ഗുജറാത്തി ഭാഷയിൽ സംസാരിക്കും. പൊലാക്ക് നെവർ ലൈക്ഡ് ദിസ്. പൊലാക്കിന് ഇത് ഇഷ്ടപ്പെടാറില്ല. ഹീ തോട്ട് ഐ വാസ് സ്പോയിലിംഗ് ദ ഫ്യൂച്ചർ. അപ്പം പൊലാക്ക് എന്താ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജി തൻ്റെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കുകയാണ് എന്നാണ് പൊലാക്ക് കരുതിയിരുന്നത്. ഹീ കണ്ടന്റഡ് വിത്ത് ഓൾ ദ ലവ് ആൻഡ് വിഗർ അറ്റ് ഹിസ് കമാൻഡ് ദാറ്റ് ഇഫ് ചിൽഡ്രൻ വർ ടു ലേൺ എ യൂണിവേഴ്സൽ ലാംഗ്വേജ് ലൈക്ക് ഇംഗ്ലീഷ് ഫ്രം ദെയർ ഇൻഫാൻസി ദേ വുഡ് ഈസിലി ഗെയിൻ കൺസിഡറബിൾ അഡ്വാൻറ്റേജ് ഓവർ അതേഴ്സ് ഇൻ ദ റേസ്. അപ്പം ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. അപ്പം അത് പഠിക്കുകയാണെങ്കിൽ ജീവിത ഓട്ടോ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ജീവിത യാത്രയിൽ മറ്റുള്ളവരെക്കാൾ നല്ലൊരു നേട്ടം കൈവരിക്കാൻ കുട്ടികൾക്ക് കഴിയുമെന്ന് പൊലാക്ക് സ്നേഹത്തോടും, എങ്ങനെയാണ് ഗാന്ധിജി പറഞ്ഞ് മനസ്സിലാക്കുന്നത്? സ്നേഹത്തോടും അതുപോലെ തന്നെ കുറച്ച് വീര്യത്തോടും കൂടി വാദിച്ചു. ഹീ ഫെയിൽ ടു കൺവിൻസ് മീ. അപ്പോൾ ഗാന്ധി എന്താ പറയുന്നത് വെച്ചാൽ എന്നെ കൺവിൻസ് ചെയ്യുന്നതിൽ പൊലാക്ക് പരാജയപ്പെട്ടു. ഗാന്ധിജി ആഡ്സ് ദാറ്റ് വൈൽ ഹി ഇൻസിസ്റ്റഡ് ഓൺ ഹിസ് ചിൽഡ്രൻ സ്പീക്കിംഗ് അറ്റ് ഹോം ഇൻ ഗുജറാത്തി ആൻഡ് ലേണിംഗ് ത്രൂ ദാറ്റ് ലാംഗ്വേജ് ദേ നാച്ചുറലി ബിക്കം ബൈലിംഗ്വൽ. അതായത് തൻ്റെ കുട്ടികൾ വീട്ടിൽ ഗുജറാത്തിയിൽ സംസാരിക്കണമെന്നും ആ ഭാഷയുടെ പഠിക്കണമെന്നും ആര് ഇൻസിസ്റ്റ് ചെയ്യുന്നു? ഗാന്ധിജി ഇൻസിസ്റ്റ് ചെയ്യുന്നു. അപ്പം ലേണിംഗ് ത്രൂ ദാറ്റ് ലാംഗ്വേജ് ഇവിടെ പറയുന്നുണ്ട് ദേ നാച്ചുറലി ബിക്കം ബൈലിംഗ്വൽ എന്ന് പറഞ്ഞാൽ, ബൈലിംഗ്വൽ എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു സ്പീക്ക് 2 ലാംഗ്വേജസ് ഫ്ലുവൻ്റ്ലി. അപ്പോൾ 2 ലാംഗ്വേജ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനുള്ള എബിലിറ്റിയാണ് ആ ബൈലിംഗ്വൽ എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിൽ അവർ എന്ത് ഭാഷയാണ് സംസാരിക്കുന്നത്?
ഗുജറാത്തി. ഇനി സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് വിത്ത് ഫെയർ ഈസ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതുവാനും എളുപ്പമാണ്. ബിക്കോസ് ഓഫ് ഡെയിലി കോണ്ടാക്ട് വിത്ത് എ ലാർജ് സർക്കിൾ ഓഫ് ഇംഗ്ലീഷ് ഫ്രണ്ട്സ്. അവർ ഇരിക്കുന്നിടത്ത് അവരുടെ ഫ്രണ്ട്സ് എല്ലാം, അവരുടെ സർക്കിളെല്ലാം ഇംഗ്ലീഷ് ഫ്രണ്ട്സ് ആയതിനാൽ അവർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഈസിയാണ്. ആൻഡ് ബിക്കോസ് ഓഫ് ദ സ്റ്റേ ഇൻ എ കൺട്രി വെയർ ഇംഗ്ലീഷ് വാസ് എ ചീഫ് ലാംഗ്വേജ് സ്പോക്കൺ. എവിടെയാണ് അവർ സ്റ്റേ ചെയ്യുന്നത്? ഇംഗ്ലീഷ് ഭാഷ ഒരു പ്രധാന സംസാര ഭാഷയായ ഒരു രാജ്യത്ത് അവർ സ്റ്റേ ചെയ്യുന്നത് കൊണ്ടും അതുപോലെ അവരുടെ ഫ്രണ്ട് സർക്കിൾസ് എല്ലാം ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കൊണ്ടും അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ ഈസിയാണ്. The private debate between Gandhi and Pollock has had very many public echoes down the decades. അപ്പോൾ ഗാന്ധിജിയും പൊല്ലാക്കും തമ്മിലുള്ള സ്വകാര്യ പ്രൈവറ്റ് ഡിബേറ്റ് സംവാദം പതിറ്റാണ്ടുകളായി പൊതുജനങ്ങൾ വലിയ പ്രതിധ്വനികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇൻ ദ 1920s ഗാന്ധി ആൻഡ് ടാഗോർ ആർഗ്യൂഡ് ഇൻ പ്രിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംവാദം വാക്കുകളിലോ അല്ലെങ്കിൽ മറ്റ് ആശയവിനിമയ രീതികളിലോ അല്ല, മറിച്ച് ഒരു രേഖാമൂലമുള്ള മാധ്യമങ്ങളിലൂടെയാണ് ആശയവിനിമയം നടത്തിയെന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് ഇവിടെ പറയുന്നത് ആർഗ്യൂഡ് ഇൻ പ്രിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദ 1920s ഗാന്ധി ആൻഡ് ടാഗോർ ആർഗ്യൂഡ് ഇൻ പ്രിൻ്റ് അബൌട്ട് വെദർ എ ലവ് ഫോർ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബിട്രേഡ് എ കൊളനൈസ്ഡ് മൈൻഡ് സെറ്റ്. അപ്പം 1920കളിൽ ഇംഗ്ലീഷ് ഭാഷയുള്ള സ്നേഹം ഒരു കോളനിവൽക്കരിക്കപ്പെട്ട മാനസികാവസ്ഥയെ വഞ്ചിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് ഗാന്ധിജിയും പിന്നെ ആരാണ് ടാഗോറും പത്രങ്ങളിൽ വാദിച്ചു. അതാണ് ആർഗ്യൂഡ് ഇൻ പ്രിൻ്റ് എന്നുള്ളത്. ഓക്കെ, ദ മഹാത്മാ തോട്ട് ഇറ്റ് ഡിഡ്. അപ്പോൾ മഹാത്മാഗാന്ധി എന്ത് കരുതി? അത് ഉണ്ട് എന്നുള്ളത് തന്നെ കരുതി. വേർ ആസ് എ പോയറ്റ് എ പ്രൊഫറ്റ് ഓഫ് റൂട്ടഡ് കോസ്മോപൊളിറ്റനിസം ആർഗ്യൂഡ് ദാറ്റ്. എന്താണ് അദ്ദേഹം ആർഗ്യൂ ചെയ്തത്? അതേസമയം വേരൂന്നിയ ഒരു കോസ്മോപൊളിറ്റനിസത്തിൻ്റെ പ്രവാചകനായ ടാഗോർ കവിയായ ടാഗോർ എന്താ ആർഗ്യൂ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദറ്റ് ഇന്ത്യൻസ് കുഡ് ഗ്ലോറി ഇൻ ദ ഇല്യൂമിനേഷൻ ഓഫ് ലാംപ്സ് ലിറ്റ് ഇൻ ലാംഗ്വേജസ് ആൻഡ് കൾച്ചേഴ്സ് അതർ ദാൻ ദെയർ ഓൺ. ഈ ലാമ്പ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സോഴ്സ് ഓഫ് നോളജ്, അതായത് അറിവിൻ്റെ ഉറവിടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ ഇല്യൂമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻലൈറ്റ്മെൻറ്റ് ഗെയിൻഡ് ഫ്രം ദം, അതായത് അവയിൽ നിന്ന് ആ സോഴ്സ് ഓഫ് നോളജിൽ നിന്നും നേടിയ ആ പ്രബുദ്ധതയെ പ്രതിനിധീകരിക്കുന്നതാണ് ആ ഇല്യൂമിനേഷൻ എന്നുള്ളത്. അപ്പോൾ എന്താ പറഞ്ഞത് ഇവിടെ? ഇന്ത്യക്കാർക്ക് മറ്റ് സംസ്കാരങ്ങളിൽ നിന്നും അതുപോലെ ഭാഷകളിൽ നിന്നും തങ്ങളുടേതല്ലാത്ത, അതായത് സ്വന്തമല്ലാത്തതിൽ നിന്ന് പോലും നേടിയ അറിവും ധാരണയും ഒക്കെ അഭിമാനം സന്തോഷം കണ്ടെത്താൻ കഴിയും എന്നാണ് നമ്മുടെ പോയറ്റ് പറഞ്ഞത്. After independence, the battle between these positions were truly joined when the brilliant maverick എന്ന് വെച്ചാൽ a person who thinks and acts in an independent way, സ്വന്തമായിട്ട് വേറൊരാളുടെ പ്രചോദനമോ അല്ല വേറൊരാളുടെ ഇൻഫ്ലുവൻസോ ഇല്ലാതെ സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അത് ഇൻഡിപെൻഡൻറ്റ് വേയിൽ ആക്ട് ചെയ്യുന്ന ഒരാളെയാണ് മാവറിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ when the brilliant and maverick socialist റാം മനോഹർ ലോഹിയ launched and led an അംഗ്രേസി ഹഠാവോ ആന്തോളൻ. അപ്പോൾ ഈ നിലപാടുകൾ തമ്മിലുള്ള പോരാട്ടം യഥാർത്ഥത്തിൽ ഒന്നിച്ചു. അതായത് ബുദ്ധിമാനും മാവരിക്കുമായ സോഷ്യലിസ്റ്റ് രാം മനോഹർ ലോഹ്യ ഇന്ത്യയിൽ നിന്നും ഇംഗ്ലീഷിനെ തുടച്ചു നീക്കാനുള്ള ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് അംഗ്രേസി ഹഠാവോ ആന്തോളൻ. അത് ലോഞ്ച് ചെയ്തു, അത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തു. വിത്ത് എ സ്പ്ലെൻഡിഡ് ബട്ട് ഓൾസോ സംവട്ട് മലീഷ്യസ് എന്ന് പറയുമ്പം ഇൻറ്റൻഡഡ് ടു ഹാം അല്ലെങ്കിൽ ഇൻറ്റൻഡഡ് ടു അപ്സെറ്റ് അതർ പീപ്പിൾ, വേറൊരാളെ ഹാം ചെയ്യുന്നതോ അല്ലെങ്കിൽ അപ്സെറ്റ് ചെയ്യുന്നതിനെയാണ് മലീഷ്യസ് എന്ന് പറയുന്നത്. മലീഷ്യസ് സെൻസ് ഓഫ് ടൈമിങ്. He chose the occasion of a visit by the Queen of England to intensify the agitation. അപ്പോൾ അദ്ദേഹം ഈ പ്രസ്ഥാനം തുടങ്ങിയെങ്കിലും അതുപോലെ തന്നെ അദ്ദേഹം നയിച്ചെങ്കിലും അദ്ദേഹം തിരഞ്ഞെടുത്ത ടൈമിങ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അല്പം ദ്രോഹപരമായ ഒരു സമയബോധം എന്നാണ് ഇവിടെ പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രക്ഷോഭം ശക്തമാക്കാൻ അദ്ദേഹം ഇംഗ്ലണ്ട് രാജ്ഞിയുടെ സന്ദർശനം ആ അവസരം തിരഞ്ഞെടുത്തു. ഓക്കെ, Lohia was answered in turn by Tamil politicians and intellectuals who feared that in the absence of English, Hindi speakers would exercise a sort of colonialist dominance over the southern, western and eastern part of India. അപ്പോൾ ലോഹ്യയ്ക്ക് മറുപടി നൽകിയതാര തമിഴ് രാഷ്ട്രീയക്കാരും അതുപോലെ ബുദ്ധിജീവികൾ, അതായത് ഇൻ്റലക്ച്വൽസ് അറിവുള്ളവരുമായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ അഭാവത്തിൽ, അത് ഇംഗ്ലീഷ് ഭാഷ ഇപ്പോൾ കൊണ്ടുവന്നില്ലെന്ന് വെച്ചോ, അപ്പോൾ ഹിന്ദി സംസാരിക്കുന്നവർ എന്ത് ചെയ്യും? ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ കിഴക്കൻ ഭാഗങ്ങൾ ഒരുതരം ഡൊമിനൻ്റ്, അതായത് കൊളോണിയലിസ്റ്റ് ആധിപത്യം സ്ഥാപിക്കുമെന്ന് തമിഴ് രാഷ്ട്രീയക്കാരും ബുദ്ധിജീവികളും ഭയന്നിരുന്നു. Thus, Hindi signs
were defaced. Defaced എന്ന് വെച്ചാൽ സ്പോയിൽ ചെയ്യുക. Across തമിഴ്നാട് by followers of E.V. Ramaswamy Periyar, a leader as brilliant and as maverick as ലോഹിയ. അങ്ങനെ ലോഹിയെ പോലെ തന്നെ മിടുക്കനും ഇൻഡിപെൻഡൻറ്റ് വേയിൽ തിങ്ക് ചെയ്യുന്നതുമായ നേതാവായ E.V. രാമസ്വാമി, അതായത് പെരിയാറിൻ്റെ അനുയായികൾ ഹിന്ദി ചിഹ്നങ്ങൾ വികൃതമാക്കി, അതായത് ഡീഫേസ് ചെയ്തു. ഈ ഹിന്ദി ചിഹ്നങ്ങൾ ഡീഫേസ് ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി ഭാഷയിൽ എഴുതിയ വാചകമോ അല്ലെങ്കിൽ വിവരങ്ങളോ അടങ്ങിയ അടയാളങ്ങൾ അല്ലെങ്കിൽ ബോർഡുകൾ വികൃതമാക്കി. അതായത് സാധാരണയായിട്ട് പറഞ്ഞു വരുവാണെങ്കിൽ അവയിൽ എന്തെങ്കിലും എഴുതുകയോ അല്ലെങ്കിൽ കുത്തി വരയ്ക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ പെയിൻറ് കൊണ്ട് അതെല്ലാം എഴുതിയതെല്ലാം എന്താ ചെയ്യുവാണ്, ഡീഫേസ് ചെയ്യുക, സ്പോയിൽ ചെയ്യുക, അതിനെയാണ് പറയുന്നത്. മീൻ വൈൽ പെരിയാസ് ഫോർമർ അഡ്വേഴ്സറി എന്ന് വെച്ചാൽ ഒപ്പോണൻറ്റ്. അപ്പോൾ പെരിയാറിൻ്റെ ഒപ്പോണൻ്റ് ആയ സി രാജഗോപാലാചാരി നൗ ജോയിൻഡ് ഹിം ഇൻ ഒപ്പോസിംഗ് ഹിന്ദി ആൻഡ് ഇൻ പ്രൊമോട്ടിംഗ് ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ ആൻഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ദ വേൾഡ്. അപ്പോൾ അതേസമയം വേറെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിയാറിൻ്റെ മുൻ എതിരാളി, അത് അഡ്വേഴ്സറി ഒപ്പോണൻ്റ് ആയ സി രാജഗോപാലാചാര്യയെ എന്താ ചെയ്തത്, ഹിന്ദിയെ എതിർക്കുന്നതിലും അതുപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾക്കിടയിലും ഇന്ത്യക്കും ലോകത്തിനുമിടയിലും ഇംഗ്ലീഷിനെ ആശയവിനിമയത്തിന്, അത് ഇംഗ്ലീഷ് ഭാഷയെ ആശയവിനിമയത്തിൻ്റെ ഭാഷയായി പ്രോത്സാഹിപ്പിക്കുന്നതിലും അദ്ദേഹത്തോടൊപ്പം, അതായത് പെരിയാറിനോടൊപ്പം ചേർന്നു. To the argument, the English was a foreign, even an imperialist language, രാജാജി ആൻസർഡ്. അതായത് ഇംഗ്ലീഷ് എന്നുള്ളത് ഒരു വിദേശ ഭാഷ ഇല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്വ ഭാഷയാണെന്ന വാദത്തിന് നമ്മുടെ രാജാജി എന്ത് ആൻസറാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, that since the goddess Saraswati had given birth to all the languages of humankind, we could and should claim English as our own. അതായത് സരസ്വതി ദേവി മനുഷ്യരാശിയുടെ എല്ലാ ഭാഷകൾക്കും ജന്മം നൽകിയതിനാൽ നമ്മുടെ ഇംഗ്ലീഷ് നമ്മുടെ സ്വന്തം എന്ന് അവകാശപ്പെടാമെന്നാണ് രാജാജി ഇതിന് മറുപടി നൽകിയത്. The debate continues in Karnataka. For example, many prominent intellectuals, among them the novelist U.R. Anandamurthy, argue that a child must speak and learn exclusively in her mother tongue until she enter ഹൈ സ്കൂൾ. അപ്പം ഈ ഡിബേറ്റ്, ഈ ചർച്ച ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഉദാഹരണത്തിന് ഇവിടെ പറയുവാണെങ്കിൽ കർണാടകയിലെ കാര്യമാണ് പറയുന്നത്. മെനി പ്രൊമിനൻറ്റ് ഇൻ്റലക്ച്വൽസ്, പ്രമുഖ ബുദ്ധിജീവികളിൽ ഒരാളായ നോവലിസ്റ്റായ U.R. ആനന്ദമൂർത്തി എന്താണ് ആർഗ്യൂ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി ഹൈസ്കൂളിൽ പ്രവേശിക്കുന്നവരെ ആ കുട്ടിയുടെ മാതൃഭാഷയിൽ തന്നെ മാത്രം സംസാരിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ആര് പറഞ്ഞു? U.R. ആനന്ദമൂർത്തി പറഞ്ഞു. ലെസ് എന്ന് പറയുമ്പോൾ ഫോർ ഫിയർ, എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷീ ബിക്കം ടോട്ടലി ഡിസ്കണക്റ്റഡ് ഫ്രം ഹർ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ റൂട്ട്സ്. അപ്പം സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ റൂട്ട്സ് എന്ന് പറയുമ്പം എന്താ റെഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വ്യക്തിയുടെ ഒരു പേഴ്സൻ്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ട്രഡീഷൻ, വാല്യൂസ് ആൻഡ് ബിലീഫ്സിനെയാണ് പറയുന്നത്. ഹൈസ്കൂൾ വരെ ഇങ്ങനെ പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഷീ ബിക്കം ടോട്ടലി ഡിസ്കണക്റ്റ് ആവും, അതായത് സാമൂഹികവും ആത്മീയവുമായിട്ടുള്ള വേരുകളിൽ നിന്നും പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടും എന്നാണ് ആനന്ദമൂർത്തിയുടെ അഭിപ്രായം. ആനന്ദമൂർത്തി ഈസ് ആൻ അഡ്മയർ ഓഫ് ഗാന്ധി ആൻഡ് എ ഫോമർ ഡിസൈപ്പിൾ ഓഫ് ലോഹിയ, ബട്ട് വിത്താൾ മീൻസ് however very much his own man who makes the argument with a distinctive flair and originality. അനന്തമൂർത്തി ഗാന്ധിജിയുടെ ആരാധകനും അതുപോലെ തന്നെ ലോഹിയുടെ മുൻ ശിഷ്യനുമാണ്. അതുപോലെ ഇവിടെ പറയുന്നുണ്ടോ, ഫോമർ ഡിസൈപ്പിൾ ഓഫ് ലോഹിയ ബട്ട് വിത്താൾ ഹവർ വെരി മച്ച് ഹിസ് ഓൺ മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആളും അതുപോലെ തന്നെ മേക്ക് ഹിസ് ഓൺ ഡിസിഷൻ, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എല്ലാം എടുക്കുന്ന ഒരു മനുഷ്യനുമായിരുന്നു. ഹൂ മേക്സ് ദ ആർഗ്യുമെൻറ്റ് വിത്ത് എ ഡിസ്റ്റിങ്ക്റ്റീവ്, പിക്യൂലിയർ, ഫ്ലെയർ ആൻഡ് ഒറിജിനാലിറ്റി. On the other side, Dalit activities suggest that the promotion of Kannada is an upper class ploy എന്ന് വെച്ചാൽ ഒരു കണ്ണിങ് പ്ലാൻ to keep them away from the fruits of modern learning. മറുവശത്ത് കന്നഡ പ്രൊമോട്ട് ചെയ്യുന്നത് ആധുനിക പഠനത്തിൻ്റെ, ആക്ച്വലി ഫ്രൂട്ട്സ് ഓഫ് മോഡേൺ ലേണിംഗ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിനെയാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചാൽ ദേ ക്യാൻ ഷേപ്പ് ദെയർ ഓൺ ഡെസ്റ്റിനി. അപ്പം ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലാംഗ്വേജ് പഠിക്കാതിരിക്കാൻ വേണ്ടി അവരെ അകറ്റി നിർത്താനുള്ള ഒരു, അതായത് താഴെ ഇടയിലുള്ള ആളുകളെ ഈ ലാംഗ്വേജ് പഠിക്കുന്നതിൽ നിന്നും അകറ്റി നിർത്താനുള്ള ഒരു ഉയർന്ന വർഗ തന്ത്രമാണെന്ന് ആര് അഭിപ്രായപ്പെട്ടു? ദളിത് ആക്ടിവിറ്റിസ്റ്റ്
അഭിപ്രായപ്പെട്ടു. They say that once the Brahmins denied them access to Sanskrit, അതായത് ഒരിക്കൽ എന്താ ചെയ്തത്, ബ്രാഹ്മണർ ഡിനൈ ചെയ്തു, സംസ്കൃതം പഠിക്കുന്നതിൽ നിന്നും താഴ്ന്ന ആളുകൾ അവർക്ക് അതിനുള്ള അനുമതി ഇല്ലായിരുന്നു, കൊടുത്തില്ല. Now the descendants of those Brahmins, descendants എന്ന് വെച്ചാൽ പിൻഗാമികൾ, of those Brahmins wish to deny the Dalits access to the modern language of power and privilege, namely English. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ ഈ ബ്രാഹ്മണരുടെ പിൻഗാമികൾ ദളിതർക്ക് അധികാരത്തിൻ്റെയും പദവിയുടെയും ആധുനിക ഭാഷയായ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ആ ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റ് നിഷേധിക്കുന്നു എന്നാണ് ദളിത് ആക്ടിവിറ്റിസ്റ്റ് അഭിപ്രായപ്പെട്ടത്. ദിസ് സബാൾട്ടൺ എൻഡോഴ്സ്മെൻറ്റ്, സബാൾട്ടൺ എന്ന് പറഞ്ഞാൽ ലോവർ സോഷ്യൽ ക്ലാസ്, എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പം അംഗീകാരം അല്ലെങ്കിൽ സപ്പോർട്ട് ഓഫ് ദ ഫോറിൻ ലാംഗ്വേജ് നമുക്കറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹാസ് ടേക്കൺ എ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫോം ഇൻ നോർത്ത് ഇന്ത്യ. അതായത് ഈ വിദേശ ഭാഷയ്ക്കുള്ള ഈ സബാൾട്ടൺസ് ആയിട്ടുള്ളവരുടെ അംഗീകാരം ഇല്ലെങ്കിൽ സപ്പോർട്ട് ഉത്തരേന്ത്യയിൽ ഏറ്റവും രസകരമായ ഒരു രൂപം കൈക്കൊണ്ടു. ഈ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാൻ കാരണമുണ്ട്. വേർ ദ റൈറ്റർ ആക്ടിവിസ്റ്റ് ചന്ദ്രബാൻ പ്രസാദ് ഹാസ് ഡിസൈഡ് ടു ബിൽഡ് എ ടെമ്പിൾ ഡെഡിക്കേറ്റഡ് ടു ദ ഗോഡസ് ഇംഗ്ലീഷ് ഇൻ ഹിസ് ഓൺ ഹോം സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ ചന്ദ്രബാൻ പ്രസാദ് സ്വന്തം സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ ഇംഗ്ലീഷ് ദേവതയ്ക്ക് സമർപ്പിച്ച് ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫോം ഇൻ നോർത്ത് ഇന്ത്യയിൽ എന്താ സംഭവിച്ചെന്നുള്ളത് പറയുന്നത്. ആക്ച്വലി 2005 ദളിത് എഴുത്തുകാരനായ ചന്ദ്രബാൻ പ്രസാദ് ഇംഗ്ലീഷിനെ ഒരു ദേവതയായി ആഘോഷിക്കുക എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയും ക്ഷേത്രം പണിയാൻ തുടങ്ങുകയും ചെയ്തു. അപ്പം 2010 ഏപ്രിലിൽ ഉത്തർപ്രദേശിലെ ബംഗ ഗ്രാമത്തിൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഒരു ക്ഷേത്രം പണിതു, കോൺസിക്രേറ്റ് ആയി. അതുപോലെ ദേവതയായി പ്രതിഷ്ഠിക്കപ്പെട്ടത് അംഗ്രേസി ദേവിയാണ്. അതായത് നിങ്ങൾ ഇമേജിൽ ഗൂഗിളിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാനൊക്കും. അപ്പോൾ അംഗ്രേസി ദേവിയുടെ ഉയരം ഒരു ഏകദേശം 2 അടി ഉയരമുള്ള വെങ്കലത്തിൽ നിർമ്മിച്ചതായിരുന്നു. ഓക്കെ, അപ്പം സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ മാതൃകയിലാണ് ഈ അംഗ്രേസി ദേവിയെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അംഗ്രേസി ദേവിയുടെ ഈ സ്റ്റാച്യു സിമ്പിൾ എന്തിനെ സിമ്പിളൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഓഫ് ദളിത് റിനൈസൻസ്. Described in the Wall Street Journal as a bit of a maverick, he is also, I might add, brilliant. അപ്പോൾ വാൾ സ്ട്രീറ്റ് ജേർണലൊക്കെ അദ്ദേഹത്തിനെ ചന്ദ്രബാൻ പ്രസാദിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തത്, എ ബിറ്റ് ഓഫ് മാവറിക്, അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേയിൽ തിങ്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഒരു കറേജിയസ് എന്നൊക്കെയാണ് നമ്മുടെ വാൾ സ്ട്രീറ്റ് ജേർണലിൽ ഡിസ്ക്രൈബ് ചെയ്തത്. അതിന് ഹീ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചന്ദ്രബാൻ പ്രസാദും ഐ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് രാംചന്ദ്ര ഗുഹയുമാണ്. ഓക്കെ, അപ്പോൾ രാംചന്ദ്ര ഗുഹ പറയുവാണ് ഞാൻ അദ്ദേഹത്തെ ഒരു ടൈറ്റിലൂടെ കൊടുക്കും, എന്താണ് മാവറിക് മാത്രമല്ല ബ്രില്യൻ്റ് കൂടിയാണ് ചന്ദ്രബാൻ പ്രസാദ് എന്ന്. Prasad believes that the Dalits can achieve emancipation through a deeper and fuller engagement with English. അപ്പം ദളിതർക്ക് മോചനം, ഇമാൻസിപ്പേഷൻ നേടാൻ എങ്ങനെ കഴിയും, അവർക്ക് ആ ഫുള്ളർ അല്ലെങ്കിൽ ഡീപ്പറായിട്ടുള്ള ഇംഗ്ലീഷുമായിട്ടുള്ള ഭാഷ ഗ്രഹിക്കാനും അതുപോലെ അവർക്കത് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ മാത്രമേ ദളിതർക്ക് ഇമാൻസിപ്പേഷൻ ഫ്രീഡം കിട്ടുകയുള്ളൂന്ന് ചന്ദ്രബാൻ പ്രസാദ് വിശ്വസിച്ചു. A century after Gandhi and Pollock debated the question in Johannesburg, arguments about the relevance of English to India and Indian continues. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജിയും പൊള്ളാക്കും ജോഹൻസ്ബർഗിൽ ഈ വിഷയം ചർച്ച ചെയ്ത് 1 നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യക്കും ഇന്ത്യക്കാർക്കും ഇംഗ്ലീഷിൻ്റെ പ്രസക്തിയെക്കുറിച്ചുള്ള ആ ഒരു ഡിബേറ്റ് തുടർന്നുകൊണ്ടേയിരുന്നു. ദ ഡിബേറ്റ് ഹാസ് മൂവ്ഡ് ഓൺ ഓഫ് കോഴ്സ് സിൻസ് സൊസൈറ്റി ആൻഡ് ഹിസ്റ്ററി ഹാവ് മൂവ്ഡ് ഓൺ ടു. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും സമൂഹവും അതുപോലെ തന്നെ ചരിത്രവും മുന്നോട്ട് പോയതുപോലെ തന്നെ ഈ ചർച്ചയും ഇതിനെക്കുറിച്ചുള്ള ചർച്ചയും മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരുന്നു, അതായത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. വൺ മൈറ്റ് ഫോർഗ്രൗണ്ട് 3 significant changes since Gandhi time. അപ്പോൾ പറയുവാണ് ഗാന്ധിജിയുടെ കാലം മുതൽ 3 പ്രധാന മാറ്റങ്ങൾ നമുക്ക് മുന്നിൽ കൊണ്ടുവരാം. അതിൽ ഒന്നാമത്തെ പറയുവാണ്, ഫസ്റ്റ് there are now far more inter-community marriages, particularly among the middle and upper classes. And if a Gujarati marries a Tamil or a Bengali weds a Malayali, then the default language of their children and of the family as a whole tends to become English. അതായത് ഒന്നാമതായി ഇപ്പോൾ കൂടുതലും ഇൻ്റർകാസ്റ്റ് മാരേജസ് നടക്കുന്നത് കൊണ്ട് തന്നെയും അതുപോലെ അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ളവർ തമ്മിൽ നടക്കുന്നത് കൊണ്ട് തന്നെയും ഒരു ഗുജറാത്തി ജസ്റ്റ് പറയുവാണ് ഒരു തമിഴായിട്ടുള്ള ഒരാളെ വിവാഹം കഴിക്കുകയോ ഇല്ലെങ്കിൽ ഒരു ബംഗാളി ഒരു മലയാളിയെ വിവാഹം കഴിക്കുകയോ ചെയ്താൽ അവരുടെ കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും മൊത്തത്തിലുള്ള ഒരു ലാംഗ്വേജ് ഒരു സ്ഥിരം ഭാഷയായി എന്ത് മാറുന്നു, ഇംഗ്ലീഷ് മാറുന്നു എന്നാണ് പറയുന്നത്.
Second, although Britannia no longer rules the waves, English continues to be the major global language. Its prominence a consequence of America having replaced Great Britain as a great imperial power of the age. അതായത് ഈ ബ്രിട്ടാനിയ നോ ലോങ്ങർ റൂൾസ് വേവ്സ് എന്ന് പറയുന്നില്ലേ, അതായത് സമുദ്രശക്തി എന്ന നിലയിൽ ബ്രിട്ടനിൻ്റെ ചരിത്രപരമായ ആധിപത്യമാണ്, ഒരു ഹിസ്റ്റോറിക്കൽ ഡൊമിനൻസ് ഉണ്ടായിരുന്നു മാരിടൈം പവറിൽ. അപ്പം മറ്റ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ ലോകം സമുദ്രങ്ങളിൽ കൂടുതൽ സ്വാധീനമുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ബ്രിട്ടാനിയ നോ ലോങ്ങർ റൂൾസ് വേവ്സ്. ഇതിനു മുമ്പ് അവരായിരുന്നു റൂൾ ചെയ്തത്. ഓക്കെ, ദ ഫ്രേസ് ബ്രിട്ടാനിയ റൂൾസ് വേവ്സ് എന്ന വാചകം ഭരണം ബ്രിട്ടാനിയ അല്ലെങ്കിൽ റൂൾ ബ്രിട്ടാനിയ എന്ന ദേശഭക്തി ഗാനത്തിൽ നിന്നാണ് ഒറിജിൻ ആയത്. 1740 കമ്മീഷൻ ചെയ്ത ഈ ഗാനം ബ്രിട്ടനിൻ്റെ നാവിക ശക്തിയും കടലുകളുടെ മേലുള്ള ബ്രിട്ടൻ്റെ നിയന്ത്രണത്തെയാണ് സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പ്രധാന ആഗോള ഭാഷയായി തുടരുന്നു. അമേരിക്ക ഗ്രേറ്റ് ബ്രിട്ടനെ മറികടന്ന് യുഗത്തിലെ മഹത്തായ സാമ്രാജ്യ ശക്തിയായി മാറിയതിൻ്റെ അനന്തരഫലമാണ് ഇംഗ്ലീഷ് പ്രധാന ആഗോള ഭാഷയായി തുടരുന്നത്. വെദർ സ്പോക്ക് ഇൻ ക്യൂൻസ് ഡിക്ഷൻ എന്ന് റെഫർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സദേൺ ബ്രിട്ടീഷ് ഇംഗ്ലീഷിനെയാണ്. ഓർ ഇൻ ഇറ്റ്സ് അമേരിക്കൻ ഓർ അതർ വേരിയൻസ് ഓവർ മോസ്റ്റ് ഓഫ് ദ വേൾഡ് ഇംഗ്ലീഷ് thus remains a language of choice for communication between people of different nationalities. അപ്പോൾ അമേരിക്കൻ അല്ലെങ്കിൽ മറ്റ് വകഭേദങ്ങൾ അല്ലെങ്കിൽ സദേൺ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അങ്ങനെ ഏത് വകഭേദങ്ങളിൽ സംസാരിച്ചാലും ലോകത്തിൻ്റെ ഭൂരിഭാഗവും ഇംഗ്ലീഷ് എന്ന ഭാഷ വ്യത്യസ്ത ദേശീയ തലങ്ങളിലുള്ള ആളുകൾ, അതായത് നാഷണാലിറ്റീസ് ദേശീയ തലങ്ങളിലുള്ള ആളുകൾ തമ്മിലുള്ള ആശയവിനിമയത്തിനുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ചോയ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഷയായി തുടരുന്നു എന്നത്. ദ തേർഡ് ചേഞ്ച് ഈസ് ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ആർഗുബിളി ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, രണ്ടാമത്തെ കാര്യം പറഞ്ഞു, മൂന്നാമത്തെ മാറ്റം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറയാം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ദർ ഈസ് നൗ എ റിയൽ ഹങ്കർ ഫോർ ഇംഗ്ലീഷ് എമംഗ് ദ പുവർ. അതായത് ദരിദ്രർക്കിടയിൽ ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയുള്ള യഥാർത്ഥ ദാഹം, പഠിക്കാനുള്ള യഥാർത്ഥ ദാഹം നിലനിൽക്കുന്നു എന്നതാണ്. ആസ് മെനി റീഡേഴ്സ് ഓഫ് ദിസ് കോളം വിൽ നോ, ഡൊമസ്റ്റിക് സെർവൻസ് ആർ ഡിറ്റർമൈൻഡ് ദാറ്റ് their children will not follow them into their profession and recognize that the best way to escape hereditary servitude is just slavery, enslavement അല്ലെങ്കിൽ അടിമത്തം, is for their own children to learn the language of mobility and opportunity, which of course is English. അതായത് ഈ കോളം, ഈ ടെലിഗ്രാഫിൽ വന്ന ഈ കോളം വായിക്കുന്ന പലർക്കും അറിയാവുന്നത് പോലെ ഡൊമസ്റ്റിക് സർവൻസ് വീട്ടു ജോലികൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെറിയ കൂലി വരുമാനമായി കിട്ടുന്നവർ തങ്ങളുടെ കുട്ടികൾ അവരുടെ തൊഴിലിലേക്ക്, എന്നുവെച്ചാൽ കുട്ടികൾ അവരുടെ പേരൻസ് ചെയ്യുന്ന തൊഴിലിലേക്ക് വരരുത് എന്ന് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യരുത് എന്ന ഒരു ദൃഢനിശ്ചയം പേരൻസിനുണ്ട്. അപ്പോൾ പാരമ്പര്യ അടിമത്തത്തിൽ നിന്നും, അതായത് ആ സ്ലേവറി, ആ സെർവിറ്റ്യൂഡിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം സ്വന്തം കുട്ടികൾ എന്ത് ചെയ്യണം, ആ സ്വന്തം കുട്ടികൾ എന്ത് പഠിക്കണം, ലാംഗ്വേജ് ഓഫ് മൊബിലിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി, അതായത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ്, അതുപോലെ തന്നെ പുതിയ അവസരങ്ങളിലേക്കുള്ള വാതിൽ തുറക്കും എന്ന് പേരൻസ് വിശ്വസിക്കുന്നു. അതായത് ഡൊമസ്റ്റിക് സർവൻസ് ആയിട്ട് ജോലി ചെയ്യുന്നവരും താഴെ ഉള്ള ചെറിയ ജോലികൾ ചെയ്യുന്നവരും വിശ്വസിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു സെർവിറ്റ്യൂഡ്, അതായത് അവർ ആ എൻസ്ലേവ്മെൻറ്റിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവർ എന്ത് പഠിച്ച് രക്ഷപ്പെടണം, അവർക്കറിയാം ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് പഠിച്ചാലേ രക്ഷപ്പെടാൻ ഒക്കത്തുള്ളൂ. അതാണ് മൊബിലിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. വ്യത്യസ്ത സ്ഥലങ്ങളിലൊക്കെ ജോലി കണ്ടെത്തുന്നതിനായാലും വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകളുമായി ഇടപെടാനാകും. ഓക്കെ, the desire to learn English thus runs deep among all castes and communities. Poor Muslims are as keen to learn the language as are poor Dalit or Adivasis. അതായത് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ആഗ്രഹം എല്ലാ ജാതികളിലും സമൂഹത്തിലും ആഴത്തിൽ വേരൂന്നിയ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ദരിദ്രരായ ദളിതരെയും ആദിവാസികളെയും പോലെ തന്നെ ദരിദ്രരായ മുസ്ലിങ്ങളും ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ആഗ്രഹിച്ചു. Whether one approves of it or not, this rush to learn English is unstoppable. അതായത് ആരെങ്കിലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാനുള്ള ആഗ്രഹം, ആ തിരക്ക് തടയാനാവില്ല. റാം മനോഹർ ലോഹി ആൻഡ് ഹിസ് ഫോളോവേഴ്സ് ഹാവ് ലോസ്റ്റ് ദ ബാറ്റിൽ ടു ബാനിഷ് ഇംഗ്ലീഷ് ഫ്രം ദി ഇമജിനേഷൻ ഓർ ലേണിംഗ് എക്സ്പീരിയൻസ് ഓഫ് ദ ഇന്ത്യൻ ചൈൽഡ്. അതായത് ഇന്ത്യൻ കുട്ടിയുടെ ഇമജിനേഷനിൽ നിന്നോ, അതായത് ഭാവനയിൽ നിന്നോ അല്ലെങ്കിൽ പഠനാനുഭവങ്ങളിൽ നിന്നോ ഇംഗ്ലീഷ് ഭാഷയെ പുറത്താക്കാനുള്ള പോരാട്ടത്തിൽ രാം മനോഹർ ലോഹിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ അനുയായികളും
അനുയായികളും പരാജയപ്പെട്ടു. That said, one might still wish for a sort of historic compromise between the positions articulated by ഗാന്ധി ആൻഡ് പൊലാക്ക്. ഗാന്ധി എന്താ പറഞ്ഞത്? ഇന്ത്യൻ ലാംഗ്വേജിനെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. പൊലാക്ക് എന്താ പറയുന്നത്? പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് എങ്ങനത്തുള്ള വേർഡിൽ, ഗ്ലോബലൈസ്ഡ് വേർഡിൽ. അപ്പോൾ രാമചന്ദ്ര ഗുഹാസ് പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ പ്രായോഗിക ആവശ്യകതയും, അതായത് പ്രാക്ടിക്കൽ നീഡ്, അതുപോലെ ഇന്ത്യൻ ഭാഷകളുടെ സാംസ്കാരിക പ്രാധാന്യത്തെയും കൾച്ചറൽ ഇമ്പോർട്ടൻസിനെ മാനിക്കുന്ന ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന തൻ്റെ പ്രതീക്ഷ പ്രകടമാക്കാൻ അദ്ദേഹം ഒരു തരം ചരിത്രപരമായ വിട്ടുവീഴ്ച, അതാണ് എ സോർട്ട് ഓഫ് ഹിസ്റ്ററിക് കോംപ്രമൈസ് എന്ന വാചകം ഉപയോഗിക്കുന്നത്. We live in a land of acquired extraordinary diversity of linguistic and literary tradition. അപ്പം ഭാഷാപരവും അതുപോലെ തന്നെ സാഹിത്യപരവുമായ പാരമ്പര്യങ്ങളുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി വൈവിധ്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആൻഡ് എറ്റ് ഇൻ പ്രാക്ടീസ് വി ടെൻഡ് ടു പ്രിവിലേജ് വൺ ലാംഗ്വേജ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ഓൾ ദ അതേഴ്സ്. അത് ഒരു ഭാഷയ്ക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഷയാണ് നമുക്ക് ഈ ഗ്ലോബലൈസ്ഡ് വേൾഡിൽ അത് യൂസ് ആകാൻ ഒക്കുന്നത്, വേറൊരാളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് പല ഭാഷകൾ അറിയാവുന്നവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഏത് ഭാഷ ഉപയോഗിക്കാം? ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാനൊക്കും. ദാറ്റ് സോ മെനി മിഡിൽ ആൻഡ് അപ്പർ ക്ലാസ് ഇന്ത്യൻസ് സ്പീക്ക് ഓൺലി ഇംഗ്ലീഷ് ഇസ് എ ഷെയിം. ദറ്റ് സോ മെനി സബാൾട്ടൺ നമ്മൾ പറഞ്ഞിരുന്ന ലോവർ ക്ലാസ് ലോവർ ക്ലാസ്, അതായത് സബാൾട്ടൺ ആൻഡ് വർക്കിംഗ് ക്ലാസ് ഇന്ത്യൻസ് ഡു നോട്ട് ഹാവ് ആക്സസ് ടു ഡീസൻറ്റ് എഡ്യൂക്കേഷൻ ഇൻ ഇംഗ്ലീഷ് ഈസ് ഓൾസോ എ ഷെയിം. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നു എന്നത് ഒരു നാണക്കേടാണ്, അതായത് മിഡിലും അപ്പർ ക്ലാസ്സും. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് ഇംഗ്ലീഷിൽ മാന്യമായ വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്നതും ഒരു നാണക്കേടാണ്. ആസ് ഫോർ ഗാന്ധിസ് ചിൽഡ്രൻ, ഡിസ്പൈറ്റ് ദ ഫാദേഴ്സ് ഇൻസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഫോഴ്സ്ഫുള്ളി ഡിമാൻഡ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ദാറ്റ് ദേ എന്ന് വെച്ചാൽ ചിൽഡ്രൻ, ദാറ്റ് ദേ സ്പീക്ക് ആൻഡ് ലേൺ ഓൺലി ഇൻ ഗുജറാത്തി. ദേ വില്ലി മീൻസ് പ്ലാൻ ചെയ്തതല്ല, അൺപ്ലാൻഡ്. പിക്ഡ് അപ്പ് ദ ലിംഗ ഫ്രാങ്ക, പിക്ഡ് അപ്പ് എന്ന് വെച്ചാൽ ലേൺ സംതിങ് കാഷ്വലി, അവർ കാഷ്വലി പഠിച്ചത്. പിക്ഡ് അപ്പ് ദ ലിംഗ ഫ്രാങ്ക ഓഫ് സൗത്ത് ആഫ്രിക്ക, അതായത് ലിംഗ ഫ്രാങ്ക എന്ന് പറയുമ്പം വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പിൽ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഭാഷയാണ് നമ്മൾ ലിംഗ ഫ്രാങ്ക എന്ന് പറയുന്നത്. അപ്പം ലിംഗ ഫ്രാങ്ക ഓഫ് സൗത്ത് ആഫ്രിക്ക വിച്ച് ഓൾസോ ഫോർച്യൂസ്ലി യാദർച്ഛികമായി വാസ് ദ ലിംഗ ഫ്രാങ്ക ഓഫ് ദ വേൾഡ്. അപ്പോൾ ഗാന്ധിജിയുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിയിൽ മാത്രം സംസാരിക്കുകയും അതുപോലെ തന്നെ പഠിക്കുകയും ചെയ്യണമെന്ന് അവരുടെ പിതാവ്, അതായത് ഗാന്ധിജി നിർബന്ധം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പിള്ളേർ, ഗാന്ധിജിയുടെ കുട്ടികൾ ദക്ഷിണാഫ്രിക്കയുടെ ഭാഷയാണ് സ്വായത്തമാക്കിയത്, അത് ലിംഗ ഫ്രാങ്ക ഓഫ് സൗത്ത് ആഫ്രിക്ക. അത് യാദർച്ഛികമായി ലോകത്തിൻ്റെ ഭാഷയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിംഗ ഫ്രാങ്ക ഓഫ് സൗത്ത് ആഫ്രിക്ക എന്താണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷാണ്. അതുപോലെ തന്നെ ലിംഗ ഫ്രാങ്ക ഓഫ് ദ വേൾഡ് എന്താണെന്ന് ചോദിച്ചാലും ഇംഗ്ലീഷാണ്. ഓക്കെ. In the linguistic enclaves that Indians live in, the promotion of bilingualism and multilingualism is certainly more difficult. അതായത് ഇന്ത്യക്കാർ താമസിക്കുന്ന ഭാഷാപരമായ ഈ ചുറ്റുപാടുകളിൽ ദ്വൈഭാഷയുടെയും അതുപോലെ ബഹുഭാഷയുടെയും പ്രോത്സാഹനം തീർച്ചയായും കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഈസി ഇനഫ് ഫോർ എ ചൈൽഡ് ഓഫ് ദ elite to acquire a smattering of Hindi or Marathi or Kannada phrases. How much more enriching would it be for him to learn the language well enough to read widely in its literature. അത് ചൈൽഡ് ഓഫ് ദ elite, അല്ലെങ്കിൽ ചിൽഡ്രൻ ഓഫ് ദ elite എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമൂഹത്തിലെ ഏറ്റവും ശക്തരായ അല്ലെങ്കിൽ സമ്പന്നരായ വ്യക്തികളുടെ കുട്ടികളെയാണ് ഇങ്ങനെ ചൈൽഡ് ഓഫ് elite എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം അവർക്കത് ഈസിയാണ്. സ്മാറ്ററിംഗ് എന്ന് പറയുമ്പം ഒരു സ്മോൾ എമൗണ്ട് അല്ലെങ്കിൽ സ്മോൾ ബിറ്റ് ഓഫ് ഒരു സ്ലൈറ്റ് നോളജ് ഓഫ് സംതിങ്. അപ്പോൾ ഈ ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു ശക്തരായ സമ്പന്നരായ ആളുകളുടെ കുട്ടികൾക്ക് ഒരു ഹിന്ദിയോ മറാത്തിയോ കന്നഡ ഫ്രേസസ് പഠിക്കുന്നതൊക്കെ ഈസിയാണ്. ബിറ്റ് ഓഫ് ഈ ലാംഗ്വേജ് പഠിക്കുന്നത് ഈസിയാണ്. അതായത് ഹൗ മച്ച് മോർ എൻറിച്ചിങ് വുഡ് ഇറ്റ് ബി ഫോർ ഹിം ടു ലേൺ ദ ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്ക് സാഹിത്യം വ്യാപകമായി വായിക്കാൻ കഴിയുന്നത്ര നന്നായി ഭാഷ പഠിക്കുന്നത് എത്രത്തോളം സമ്പന്നമായിരിക്കും, മോർ എൻറിച്ചിങ് ആയിരിക്കും എന്നതാണ് പറയുന്നത്. ബൈ ദ സെയിം ടോക്കൺ ചിൽഡ്രൻ ഫ്രം സബാൾട്ടൺ ഫാമിലി, സബാൾട്ടൺ വെച്ചാൽ ലോവർ സ്റ്റാറ്റസ് ആയിട്ടുള്ള, ആർ കൺസ്ട്രെയിൻഡ് ബൈ മണി ആൻഡ് ക്ലാസ് ഫ്രം അക്വയറിങ് മോർ ദാൻ എ ഫങ്ഷണൽ നോളജ് ഓഫ് ഇംഗ്ലീഷ്. അതായത് ഇപ്പോൾ ഒരു ചൈൽഡ് ഓഫ് എലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ സബാൾട്ടൺ ഫാമിലീസിലെ കാര്യം പറയണേ, ലോവർ സ്റ്റാറ്റസ് കഴിയുന്ന പിള്ളേരുടെ കാര്യം പറയുകയാണ്, കുടുംബത്തിലെ കുട്ടികളുടെ കാര്യം പറയുവാണെങ്കിൽ അവർക്ക് കുറച്ച് പരിമിതികളുണ്ട്. അതായത് പണം ഒരു പരിമിതിയാണ്, അതുപോലെ ക്ലാസ് വർഗം അവർക്കൊരു പരിമിതിയാണ്. എന്തിനുള്ള പരിമിതി? കാരണം അവർക്ക് ഇംഗ്ലീഷ് നോളജ് സ്വായത്തമാക്കാൻ അത് അവർക്ക് ഒക്കത്തില്ല. കാരണം നിറയെ പരിമിതികളും റെസ്ട്രിക്ഷൻസും സമൂഹത്തിൽ ഉണ്ടായിരുന്നു.
Gandhi is not known to have been a model father, but by the accident of circumstance, in at least this respect, his children turned out to be more fortunate than other Indians. അതായത് ഗാന്ധിജിയെ കുറിച്ച് പറയുവാണെങ്കിൽ അദ്ദേഹം ഒരു മാതൃകാ പിതാവായിരുന്നതായി പറയാനൊക്കത്തില്ല. പക്ഷേ അതാണ് പറയുന്നത്, ആക്സിഡന്റ് ഓഫ് സർക്കംസ്റ്റൻസസ്, സാഹചര്യത്തിൻ്റെ യാദൃച്ഛികതയാൽ ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ മറ്റു ഇന്ത്യക്കാരെക്കാൾ ഭാഗ്യവാന്മാരായിരുന്നു. കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പറയുന്നുണ്ട്, their bilingualism came naturally. അതായത് ബൈലിംഗുലിസം എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഷകൾ ഭംഗിയായി സംസാരിക്കുന്നവരെയാണ്. ഓക്കെ, അപ്പോൾ their bilingualism came naturally with the language of the home being supplemented by the language of the country they lived in. അതായത് അവർ വീട്ടിലെന്താ സംസാരിച്ചത്? ഗുജറാത്തി. അതുമാതിരി അവർ ജീവിച്ച ആ നാട്ടിൻ്റെ ഭാഷ എന്തായിരുന്നു? ഇംഗ്ലീഷ്. ഓക്കെ, അതാണ് with the language of the home being supplemented by the language of the country they lived in. In contemporary India, on the other hand, a meaningful and enduring bilingualism remains out of reach of the vast majority of citizens. മറുവശത്ത് സമകാലിക ഇന്ത്യയിൽ അർത്ഥവത്തായതും അതുപോലെ എൻഡ്യൂറിങ് ലോങ് ലാസ്റ്റിംഗ് നിലനിൽക്കുന്നതുമായ ഒരു ദ്വൈഭാഷ വൈദഗ്ധ്യം അതിലെ ബൈലിംഗ്വലിസം ബഹുഭൂരിപക്ഷം പൗരന്മാർക്കും ലഭ്യമല്ല. I hope you are clear with this explanation. If you feel this class useful, please share with your friends. Thank you. Have a nice day.